ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പം നോർത്തേൺ സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന ഒരാൾ എന്ന നിലയിൽ, അതായത് ഇവരോട് അടുത്ത് ഇടപഴകി ജീവിക്കുന്ന ഒരാൾ എന്ന നിലയിൽ, നമ്മുടെ ബജ്റംഗ് സഹോദരന്മാരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് മലയാളികൾക്ക് അത്ര പിടിയുണ്ടാവില്ല. അതൊന്ന് ഗ്രാമങ്ങളിൽ ഇവന്മാരുടെ അഴിഞ്ഞാട്ടം എങ്ങനെയാണെന്നുള്ളതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഒരു പരിഗണനയുമില്ലാതെ രാത്രി ആയിക്കഴിഞ്ഞാൽ അഴിഞ്ഞാട്ടം നടത്തുന്ന ഒരു കൂട്ടം നമ്മളെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെറും ചെറ്റ സ്വഭാവമുള്ളവന്മാരാണ് ഈ പറയപ്പെടുന്ന ഈ സംഘടനയുടെ പിൻബലം ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ബജ്റംഗ് പ്രവർത്തകർ. BJPയുടെ ഒത്താശയുണ്ട്. പിന്നെ ഇവന്മാർ പറയുന്നത് ആ നാട്ടിൽ നടക്കത്തുള്ളൂ എന്നുള്ളൊരു സെറ്റപ്പിൽ മീശ വിരിച്ച് നടക്കുന്ന, ദാദാ പീസ് കളിച്ച് നടക്കുന്ന കുറേ വേസ്റ്റുകൾ, അത്രയേ ഉള്ളൂ. ഇവന്മാർ 10 എണ്ണം കൂടിയിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു കശപിശ നടക്കാതെ പോകുന്നത് വളരെ വിരളമായിരിക്കും. പ്രത്യേകിച്ച് ഈ അമ്പലങ്ങൾ എന്തെങ്കിലും നമ്മുടെ കൂടുതലും ഉത്സവങ്ങളോ അല്ലെങ്കിൽ അവിടെ ഈ നമ്മുടെ ദീപാവലിയൊന്നും വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ ഈ നമ്മുടെ ദസറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കാണ് കൂടുതലും ഇവന്മാർക്ക് അസുഖം കൂടുന്നത്. അങ്ങനെയാണെങ്കിൽ ഗാവുകളിലും ഗല്ലികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത്. അവിടെ പോലീസ് എന്ന് പറയുന്നത് നമ്മുടെ കേരള പോലീസോ അല്ലെങ്കിൽ തമിഴ്നാട് പോലീസോ പോലെയല്ല. പോലീസൊക്കെ വെറും നോക്കുകുത്തികളാണ്, ഇവന്മാരുടെ ശിങ്കടികളാണ്, ഓശാന പാട്ടുകാരാണ് പോലീസുകാരെന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് മലയാളികൾക്ക് ദഹിക്കുന്ന ഒരു സെറ്റപ്പിലല്ല. പകൽ സമയത്തായതുകൊണ്ട് മാത്രം ആ സിസ്റ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ ആ ബാക്കി നമ്മുടെ സഹോദരിമാരുടെയും മാനവും ജീവനും രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ബജ്റംഗ് പ്രവർത്തകരുടെ അത്രയ്ക്ക് നല്ല കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാവുന്ന സ്വഭാവമുള്ളവരാണ്. അപ്പം വീട്ടിൽ പെൺമക്കളുള്ള അപ്പനും അമ്മയൊക്കെ ഈ ഗല്ലിയിലൊക്കെ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ കഴിയുന്ന അപ്പനും അമ്മയൊക്കെ പെൺമക്കളുള്ളവർ എങ്ങനെയാണ് കഴിയുന്നതെന്നുള്ളത് അവരുടെ നെഞ്ചിൽ തീ അളക്കാൻ ഒരു മെഷീൻ ഇല്ലാത്തത് എന്തായാലും നന്നായി. അവരോട് നേരിട്ട് സംസാരിക്കാൻ മാധ്യമങ്ങൾ തയ്യാറായി. അവർ സംസാരിച്ചെങ്കിൽ തന്നെ പിറ്റേ ദിവസം ഈ തെണ്ടികൾ വന്നിട്ട് അവരുടെ വീട് കത്തിക്കും. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള തോന്നിയാസം നടക്കുന്നതുകൊണ്ടാണ് ഒന്നും പുറത്തു വരാത്തത്. അത്രയ്ക്ക് നല്ല സ്വഭാവശുദ്ധിയും ഒക്കെ ഉള്ള ആളുകളാണ്. അവരെ അനുഭാവികളായിട്ട് കരുതുന്നവർക്കും എന്താ പറയുക, അറിയില്ലെങ്കിൽ ഒന്ന് അറിഞ്ഞു വെച്ചോളാനാണ് ഇവരുടെ ഇടയിൽ താമസിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ തുറന്നു പറയുന്നത്.